ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ പകൽക്കാലം അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുകയാണ്, പിതാവായ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ചില ഇഷ്ടങ്ങളും ചില ആഗ്രഹങ്ങളുമുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ചില സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളതുപോലെ പിതാവായ ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്. നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുന്നുവെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ ഒന്ന് മാറ്റിവെച്ചിട്ട്, പിതാവേ നിന്റെ ഇഷ്ടം എന്താണ് എന്നെക്കുറിച്ച് എന്ന് പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞ് മുഴങ്കാലുകളെ മടക്കിയാൽ പിതാവ് അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. ഒരിക്കൽ എൻ്റെ പഠന മേഖല എല്ലാം അവസാനിച്ച് മുമ്പോട്ട് ഒരു ചില ഉപരിപഠനത്തിൻ്റെ പേപ്പർ വർക്കൊക്കെ ചെയ്യുമ്പോൾ യാദൃശ്യമായ ഒരു ദൈവദാസനെ കണ്ടുമുട്ടുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഈ ഉപരിപഠന മേഖലയോടുള്ള ബന്ധത്തിൽ എന്താണ് ദൈവഹിതം? ഞാൻ ഇങ്ങനെ പോകുന്നത് അത് ദൈവത്തിൻ്റെ ഹിതമാണോ? അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വേണ്ട എന്ന് വെച്ചാൽ നിനക്ക് ദൈവഹിതത്തെ തിരിച്ചറിയാൻ പറ്റും. ഞാൻ ചിന്തിച്ചു, അതെങ്ങനെയാണ്? സാധാരണ നമ്മൾ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ സ്വപ്നം കാണുന്നതൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ഈ ദൈവദാസൻ നേരെ തിരിച്ചാണ് പറയുന്നത്, നീ ആഗ്രഹിക്കുന്നത് നീ വേണ്ടാന്ന് വെക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത് ദൈവഹിതമാണെങ്കിൽ അത് നിന്നിലേക്ക് തന്നെ മടങ്ങി വരും, അതിനുള്ള വഴി നിന്റെ മുമ്പിൽ തുറന്നു വരും. ഒറ്റ കാര്യമേ ഉള്ളൂ, പൂർണ്ണമായ സമർപ്പണം. കർത്താവേ എൻ്റെ ഹിതമല്ല, ഈ വിഷയത്തിൻ്റെ മേൽ എൻ്റെ ഹിതമല്ല, ദൈവത്തിൻ്റെ ഹിതം എന്ന് പറഞ്ഞ് നമ്മൾ സമർപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ എത്ര വേണ്ടെന്ന് വെച്ചാലും അത് ദൈവഹിതമാണെങ്കിൽ അത് നമ്മളിലേക്ക് തന്നെ മടങ്ങി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, നിന്റെ അപ്പത്തെ വെള്ളത്തിന് മേലെ ഏറിയ നാൾ കഴിഞ്ഞാലും അത് മടങ്ങി വരും. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഹിതങ്ങളൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുത്ത്, കർത്താവെ ദൈവഹിതം ഉണ്ടെങ്കിൽ മാത്രം മതി എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ ഹിതം നമ്മളിൽ വെളിപ്പെട്ട് തരും. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് പകൽക്കാലം നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന അനേക മാതാപിതാക്കളുണ്ട്. അവരുടെ ഭാവി എന്തായി തീരുമെന്ന് നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ ഭാരപ്പെടുന്നുണ്ട്. ഞാൻ ഇത്രത്തോളം അധ്വാനിച്ചു, കർത്താവെ എൻ്റെ ഭാവി എന്തായി തീരുമെന്ന് ദൈവത്തിൻ്റെ സന്നിധി സമർപ്പിക്കുക. പൂർണ്ണമായ സമർപ്പണം ദൈവത്തിൽ കൊടുക്കുക. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടത്തെക്കാട്ടിൽ 1000 മടങ്ങ് ബെറ്ററാണ് പിതാവായ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഹിതം. അതുകൊണ്ട് ഈ പകൽക്കാലം ലോകത്തിന് അനുരൂപമായി ചിന്തിക്കാതെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിനും ഒത്തവണ്ണം നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതത്തിനായി കാത്തിരിക്കുക. ദൈവം പറഞ്ഞിരിക്കുന്നത് ഒരേ ഒരു വാഗ്ദത്തമാണ് ദൈവം നമുക്ക് നൽകിയത്, നിത്യജീവന്. പിതാവായ ദൈവത്തിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഈ ഭൂമിയിലല്ല നിത്യതയിൽ നമ്മളെ എത്തിക്കുക, അവൻ്റെ പുത്രനോട് നമ്മളെ അനുരൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനായി നമ്മൾ താഴ്ത്തുക, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടുകൂടെ ഇതൊക്കെ നമുക്ക് ലഭിക്കുമെന്നുള്ളത്. ഗോഡ് ബ്ലെസ്.